25 സങ്കീർത്തനം 4 വാക്യം. യഹോവേ, നിന്റെ വഴികളെ എന്നെ അറിയിക്കണമേ, നിന്റെ പാതകളെ എനിക്ക് ഉപദേശിച്ചു തരണമേ. വഴികളും പാതകളും. വഴികൾ അറിയിക്കണമേ എന്നാണ് പറയുന്നത്. വഴികൾ എന്നതിൻ്റെ അർത്ഥം വിശാലമായിരിക്കുന്ന പദ്ധതികളാണ്. മോശയ്ക്ക് തൻ്റെ വഴി കാണിച്ചു കൊടുത്തു എന്ന് 103 സങ്കീർത്തനം 7 വാക്യത്തിൽ നാം വായിക്കുന്നു. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് കാണിച്ചു കൊടുത്തത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ഇവിടെ പാതകൾ എന്നുള്ള ഒരു പദം കാണാം. വഴികളും പാതകളും തമ്മിലുള്ള വ്യത്യാസം, പാതകൾ എന്ന് പറയുന്നത് നമ്മുടെ പാദങ്ങൾ വയ്ക്കുവാനുള്ളവ എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയും. പലപ്പോഴും നമ്മുടെ പാതകൾ എങ്ങനെയാണ്, മുമ്പിൽ നാം എന്ത് ചെയ്യും, ഒരു വലിയ ചോദ്യചിഹ്നം അവശേഷിക്കുന്ന പല സന്ദർഭങ്ങളുണ്ട്. മഹാകവി KV സൈമൺ സാറിൻ്റെ ജീവിതത്തിൽ അതുപോലൊരു കഷ്ടത വന്നപ്പോൾ അദ്ദേഹം എഴുതിയ വരികൾ ഇങ്ങനെയാണ്: മുൻപിൽ ഒരു ചുവട് വെപ്പാൻ മാത്രം ഇട കാണുന്നു ഞാൻ, ആയത് മതി എനിക്ക്. പ്രിയമുള്ളവരെ, മുമ്പിൽ ഒരു ചുവട് വെപ്പാനുള്ള പാത മതി. പിന്നീട് താൻ എഴുതിയത്, അടുത്ത ചോടറിയാതെ ഇരിപ്പതെന്തനുഗ്രഹം, തനിച്ചെന്നെ നടത്തിടാതെ വലങ്കൈ പിടിക്കും താൻ. അടുത്ത ചോട് എങ്ങനെയാണ് എന്ന് അറിയാതിരിപ്പത് അനുഗ്രഹമാണ്. ദൈവമാണ് നമ്മുടെ പാതകൾ ശരിയാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പാതകൾ ദൈവം തന്നെ ക്ലിയറാക്കും. ആകെ നമ്മുടെ വിശ്വാസം ദൈവത്തിങ്കിൽ മാത്രം സമർപ്പിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.